ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ തെയ്യത്തിനെ കുറിച്ചാട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉത്സവമായിരുന്നു. 4 അമ്പലങ്ങളിൽ അടുപ്പിച്ച ദിവസങ്ങളിലാണ് ഉത്സവം. അപ്പോൾ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തിട്ട് ഉത്സവം കാണാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് പോയി, ഞാനും അല്ലിക്കുട്ടിയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ, 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പോൾ അല്ലിക്കുട്ടിയെ തെയ്യമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് അങ്ങ് പോയി. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെപ്പോഴും എല്ലാ വർഷവും ഈ 4 അമ്പലങ്ങളിൽ നമ്മൾ പോവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഇങ്ങോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നില്ലേ അമ്മമ്മ ഇത് എൻ്റെ നന്ദുണി ചേച്ചി, ശരിക്കും പേര് ജ്യോതി എന്നാട്ടോ. ഇതാണ് നമ്മുടെ പ്രശ്നം. കണ്ടാൽ പിന്നെ നമുക്ക് 2 പേർക്ക് ചിരി നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയില്ല, എന്താ പറഞ്ഞ് ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതും അറിയില്ല. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എന്നാലും നമ്മൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചിരിക്കുന്നതിന് നമുക്ക് നല്ല ചീത്ത കിട്ടാറുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ചിരിക്കും. അതാണ് നമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ നന്ദുണി ചേച്ചി കല്യാണം കഴിഞ്ഞു പോയി, ഞാനും കല്യാണം കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് ഒരുമിച്ച് കൂടാനോ ഉത്സവത്തിന് പങ്കെടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഉത്സവം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ നന്ദുനീച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും വന്നു, നമുക്ക് ഒരുമിച്ച് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടാട്ടോ ഈ ഉത്സവത്തിന് വന്നത്. അപ്പോൾ നന്ദുനീച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഇതിന് വന്നതിന്, കാണാൻ പറ്റിയതിൽ. കാരണം ഞാൻ PhD ചെയ്യാൻ പോയപ്പോൾ മുതൽ ഞാൻ ഈ ഉത്സവം മിസ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് സമയത്തിന് വരാൻ പറ്റുന്നില്ല. അപ്പം നന്ദുനീച്ചിയൊക്കെ കാണാൻ പറ്റാണ്ടായി. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കുമായിരുന്നു. നമ്മൾ മിക്കവാറും ചന്തയിലായിരിക്കും, എല്ലാ സാധനത്തിൻ്റെയും ചുമ്മാ വില ചോദിച്ച് ഇങ്ങനെ നടക്കും, പക്ഷെ ഒന്നും വാങ്ങൂല്ല. അതാണ് നമ്മുടെ പണ്ടത്തെ ഹോബി. പിന്നെ കുറേ ഐസ്, പിന്നെ നാരങ്ങ, ഈ മുളക് വരട്ടി, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നടക്കും. അതാണ് നമ്മുടെ മെയിൻ ഹോബി. അപ്പോൾ ഇന്നത്തെ തെയ്യം പറയുന്നത് ഈ നന്ദുനീച്ചിയുടെ മൂത്ത ഏട്ടനാണ്. അപ്പോൾ ചേട്ടന് പ്രദീപേട്ടന് പട്ടും വളയും നൽകി ആചാരം കൊള്ളുകയും ചെയ്തു ഈ ഉത്സവത്തിന്. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. out.
ഇത് അരയോടെ ഉണ്ടാക്കിയാണ്. നാളത്തെ ഒറ്റക്കൊലത്തിന് വേണ്ടിയിട്ട് അരയോടെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചാമുണ്ടിയുടെ പുറത്തട്ട്. ഇതെൻ്റെ ഫ്രണ്ട് ശരണ്യ കേട്ടോ. ശരണ്യയുടെ മോളും പിന്നെ ശരണ്യയുടെ ചേച്ചിയുടെ കുട്ടികളുമാണത്. ഈ ഉത്സവം നടക്കുന്നത് കൊട്ടാരം വാതുക്കൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ്. എൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണിത്. ഇത് കഴിഞ്ഞാൽ കാരി കഴിഞ്ഞാൽ ഓരി കഴിഞ്ഞാൽ കടപ്പുറം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് ആദ്യം. ഇതേ അമ്പലത്തിൽ നിന്നാണ് എൻ്റെ അപ്പനും പട്ടും വളയും നൽകിയത്. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി. നമുക്ക് തെയ്യക്കാർക്ക് മാത്രമായിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നു. ഇത് എൻ്റെ മൂത്തമ്മ, നേരത്തെ പറഞ്ഞ ജ്യോതി ചേച്ചിയുടെ അമ്മയാണ്. ഉത്സവത്തിൻ്റെ സ്ഥലത്ത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ 4 അമ്പലങ്ങളിലും ഗാനമേളയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അരവിന്ദും ബൽറാമൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഈ അമ്പലത്തിൽ ഒരു യൂട്യൂബ് ഫെയിം ആയിട്ടുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ എനിക്കവരെ അറിയില്ല. പാട്ട് ഫാമിലി എന്നാണ് പറയുന്നത് കേട്ടത്. ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനെന്തോ കണ്ടില്ല യൂട്യൂബിൽ അവരെ. കൊള്ളായിരുന്നു. ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മകള്, അവർ ഫാമിലി പാടുന്ന ഒരു ഗാനമേള ട്രൂപ്പ്. കൊള്ളായിരുന്നു. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും ഇടുക്കിനി കോലായി അരുണോദയം.
നെക്സ്റ്റ് ഡേ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോഴേക്ക് തെയ്യം മേലരിയിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നേ ഉച്ച സമയത്താണ് ഇതൊക്കെ ഉണ്ടാവാറ്. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ തന്നെ ആക്കി. അതുകൊണ്ട് നമ്മൾ രാവിലെ 10 മണിക്ക് എത്തുമ്പോഴേക്ക് തന്നെ മേലരിയിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ തലേന്ന് ലേറ്റായിട്ട് പോയതുകൊണ്ട് എണീക്കാൻ വൈകി. അല്ലിമോൾക്ക് ചെറിയ ജലദോഷം വന്നു, എനിക്കും വന്നു. അപ്പോൾ 4 അമ്പലങ്ങളിലും തെയ്യം കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് 2 അമ്പലങ്ങളിൽ മാത്രമേ പോകാൻ പറ്റിയുള്ളൂ. ജലദോഷവും പനിയൊക്കെ പിടിച്ചുപോയി. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. തെയ്യമൊക്കെ കണ്ട് ഭയങ്കര പൊടിയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര പൊടി, തലേന്ന് നല്ല മഞ്ഞും. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ 2 പേർക്കും പനി പിടിച്ചു പോയി. जगज्जालपालं खजत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभो नीलकायं दुरावारमायं सुपद्मासहायं भजेऽहं सदाम्बोधिवासं गदत्पुष्पहासं जगत्सन्निवासं शतादित्यभासं. ഇത് തെയ്യത്തിന് നിവേദിച്ച മലരും പൊരിയും പഴമൊക്കെയാണ്. ഇങ്ങനെ അണിയറയിൽ കൊണ്ടുവന്നാൽ നമ്മളതിൽ നിന്ന് കുറച്ച് കഴിക്കും. പിന്നെ ബാക്കിയുള്ളത് ചിലപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ തെയ്യം കാണാൻ വന്ന ആൾക്കാർക്ക്, നമുക്കറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കും. അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്കിത് സ്ഥിരം കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമല്ല. പക്ഷേ ഇപ്പം നമ്മൾ കുറേ നാളായി ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് അത് കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ. പിന്നെ അല്ലിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊരിയൊക്കെ. അപ്പോൾ അവളും കുറേ കഴിച്ചു, നമ്മളും കുറേ കഴിച്ചു. പിന്നെ പണ്ട് നമ്മൾ തെയ്യത്തിൻ്റെ സമയത്ത് ഒരുപാട് നമുക്ക് തേങ്ങ കിട്ടും. അപ്പോൾ ഈ തേങ്ങ ഞാനും നന്ദുണീച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈർക്കിലി എടുത്തിട്ട് അത് കുത്തി ചെറിയ ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ കുടിക്കും. പക്ഷെ ആ തേങ്ങ പിന്നെ നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് അത് കേടായി പോകും. അങ്ങനെ ഒരുപാട് തേങ്ങ നമ്മൾ കേടാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രദീപേട്ടൻ പണിക്കറായി. ഇനി മുതൽ നമ്മൾ പ്രദീപൻ പണിക്കർ എന്നാണ് വിളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി കുറേ ചടങ്ങുകളുണ്ട്. ഇനി ഈ വള ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ ആഘോഷമായിട്ട് കഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇന്ന് വള കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ അണിയറയിൽ വെച്ചിട്ട് ഉപ്പും മധുരവും കൊടുക്കണം ഈ പണിക്കറായവർക്ക്. അപ്പോൾ മൂത്തമ്മ പോയി കുറച്ച് പായസമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു.
जगज्जालपालं खचत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभो नीलकायं दुरावारमायं सुपद्मासहायं भजेऽहं सदाम्बोधिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसत्पीतवस्त्रं हसच्चारुवक्त्रं भजेऽहं रमाकण्ठहारं श्रुतिभ्रातसारं പിന്നെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനമൊക്കെ കഴിച്ച് നമ്മളൊരു ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വീട്ടിലെത്തി. വീട്ടിൽ പോയി കുളിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ കാരിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തെയ്യമുണ്ട്. അതുകൊണ്ട് ഈ കസിൻസൊക്കെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇവരൊക്കെ അടുത്ത തെയ്യത്തിന് പോവുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ. ഒരു കള്ള ലക്ഷണം. भजेऽहं